നല്ല അടിപൊളി ഫ്രഞ്ച് ഫ്രൈസ് വീട്ടിൽ തന്നെ എങ്ങനെ ഉണ്ടാക്കാന്നുള്ള വീഡിയോ അല്ല കേട്ടോ ഇത്. ഞാനേ ലഞ്ച് ബ്രേക്കിന് വീട്ടിലേക്ക് വന്നതാണ്. പക്ഷേ ഇന്നൊരു അന്നദാനമുണ്ട്. ഉച്ചഭക്ഷണം അവിടെ നിന്ന് തന്നെ ആക്കാമെന്ന് വിചാരിച്ചു. ഓൾ കുളിക്കാൻ കാരണം എൻ്റെ തൊട്ട് മുന്നേ എണ്ണയിലിട്ട് പോയ ഉരുളക്കാൻ കാണട്ടോ ഞാൻ ഇപ്പം കൂലിയെടുക്കുന്നത്. ഇപ്പോഴത്തെ സമയം നോക്കുകയാണെങ്കിൽ 12:30 കേട്ടോ. അതിനിടെ എൻ്റെ പ്രിയതമ കുളിയൊക്കെ കഴിഞ്ഞ് അടുത്ത ചടങ്ങിലേക്ക് കടന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ പിന്നെ ഇനിയുള്ള അരമണിക്കൂർ എന്തായിരിക്കും? അതെ, കാത്തിരിപ്പ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് തലേ ദിവസം ബ്ലിങ്കിറ്റിൽ ഓർഡർ ചെയ്ത ലേസ് എന്നെ കണ്ടുപെട്ടത്. എന്തായാലും ഇരിക്കുമല്ലേ, അങ്ങനെയെങ്കിൽ എന്തെങ്കിലും ചവച്ചുകൊണ്ടിരിക്കാലോ. ഫൈനലി കൃത്യം 1:20 കൂടി ഞങ്ങൾ രണ്ടുപേരും ഇറങ്ങുകയായി കേട്ടോ. വെയിലടിച്ചപ്പോൾ മുഖത്തിട്ട് കുട്ടി കണ്ടിട്ട് ഓളന്നെ ഞെട്ടനാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. ഓളെ പിക്ക് ചെയ്യാൻ പോകുമ്പോൾ ക്യൂ എന്ന് പറയുന്ന സംഭവമോടല്ലായിരുന്നു. തിരിച്ചു വന്ന് നോക്കിയപ്പോഴാണെങ്കിലോ ഇതാ കിടക്കണം റോഡിന്റെ അപ്പുറത്ത് ഒരു വമ്പൻ ക്യൂ. പ്രസാദം കഴിക്കാനുള്ള ഭക്തരുടെ ഒരു ക്ഷമേ. ഇപ്പൊ ഈ പറഞ്ഞ സാധനം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ലേശമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ പിന്നെ കടയിൽ കയറേണ്ടിയിരുന്നു. അവിടെ നമ്മൾ സർവീസർ മോൻ മെനക്കെട്ട പണിയിലിരുന്നു. 4 ആൾ കൂടുന്ന സ്ഥലത്ത് പോകുമ്പോൾ ഞാനെപ്പോഴും ഇങ്ങനെയാ, അല്ല അങ്ങനെ ആവണല്ലോ. അങ്ങനെ ഒരു മണിക്കൂർ ശേഷം പുറത്തേക്ക് നോക്കുമ്പോഴും ഇതാണ് അവസ്ഥ. ക്യൂവിന്റെ നീളം കൂടാന്നല്ലാതെ കുറയണേ ഇല്ല. ഒരു 3:30 വരെ ഞങ്ങൾ കാത്തുനിന്നു കേട്ടോ. ഫൈനലി ഞങ്ങൾ ക്യൂവിനകത്തേക്ക് നുഴഞ്ഞങ്ങ് കയറി. പക്ഷെ പിന്നീട് ക്യൂവിനൊരു എനക്കും സംഭവിച്ചില്ല. അങ്ങനെ പിന്നെ കുറെ കളിപ്പാട്ടങ്ങളൊക്കെ വായി നോക്കിയൊന്ന് ദാ പോണു ക്യൂ. ഈ കാണുന്നൊരു മൂവ്മെന്റിന് കഴിഞ്ഞ 15 മിനിറ്റ് തന്നെ ഞങ്ങൾ വെയിറ്റ് ചെയ്യായിരുന്നു. വീണ്ടും സ്റ്റക്കായ ക്യൂവിൽ നിന്ന് മേലേക്ക് നോക്കിയപ്പോൾ പ്ലാസ്റ്റിക് കഴിക്കുന്ന മരം കണ്ടു. പിന്നീട് മനസ്സിലായി അത് അപ്പുറത്തുള്ള PG വരുന്ന കായകളാണെന്ന്. അങ്ങനെ ഒരു 4 മണിയോടെ ഞങ്ങൾ ആസനസ്ഥരായി സുഹൃത്തുക്കൾ. ആദ്യം തന്നെ പായസം കണ്ടോ കിട്ടിയത്, പിന്നീടാണ് പുലാവ് വന്നത്. ഫൈനലി 12:30 തുടങ്ങിയ പ്രസാദം കഴിക്കാനുള്ള പരിശ്രമത്തിന് ഒരു 4:15 കൂടെ ഞങ്ങൾ വിജയികളായിട്ടോ.